തിയേറ്ററുകളെ തീ പിടിപ്പിക്കുകയാണ് മമ്മൂക്ക. നമ്മുടെ സ്വന്തം മമ്മൂക്ക തകർത്തിട്ടുണ്ട്. ടർബോ പൊളി. പ്രതീക്ഷിച്ച് വന്നതിന്റെ 10 ഇരട്ടിയുണ്ട് സിനിമ. പടം ഒരു രക്ഷയില്ല, പൊളി. അടി എന്ന് പറഞ്ഞാൽ അടിയുടെ പൊരിപടം. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം മാസ്. നല്ലതായിരുന്നു. കാരണം സ്റ്റണ്ട് വൈസ് ആണെങ്കിലും നോർമലി മുന്നേ ചെയ്ത പടത്തിനൊക്കെ വ്യത്യാസപ്പെട്ട് കുറച്ച് വെറൈറ്റി ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് അടിപൊളിയായിരുന്നു. വാക്കുകളില്ല. ജോസേട്ടൻ തകർത്താണ്. പൊളിച്ചു മക്കളെ, ജോസേട്ടൻ പൊളിച്ചു. പറയാൻ വാക്കുകളില്ല. നമ്മൾ കുറച്ചു കാലം കൊണ്ട് മമ്മൂക്കയുടെ പരീക്ഷണ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു മെഗാ മാസ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് തീയാണ്. കാരണം ഈ മഴയത്ത്, പെരുമഴയത്ത് തിയേറ്ററുകളെ തീ പിടിപ്പിക്കുകയാണ് മമ്മൂക്ക. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇത്രയും ഗംഭീര ഫൈറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല. വൈശാഖനും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയ മിഥുൻ മാനുവൽ തോമസിനും മമ്മൂക്കയ്ക്കും മമ്മൂട്ടി കമ്പനിയുടെയും കിരീടത്തിൻ്റെ ഒരു പൊൻതുപോലെ തന്നെയാണ് ഈ ചിത്രം. അതാണ് മമ്മൂക്ക. ഓരോ പടം കഴിയുന്തോറും വ്യത്യസ്തമായ റോളുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം മമ്മൂക്ക തകർത്തിട്ടുണ്ട്. ആക്ഷൻ, ഹാസ്യത്തിന് ഹാസ്യം, ഫാമിലി സെന്റിമെന്റ്സ് എല്ലാം കൂടെ കലർന്ന സൂപ്പർ ഹിറ്റ് ടർബോ ജോസ്. സൂപ്പർ ഹിറ്റ്. കിടിലം പടം, ഒരു രക്ഷയില്ലാത്ത പടം. ഈ 73 വയസ്സിൽ കാണിച്ചത് വേറെ ലെവല്. പ്രതീക്ഷിച്ച് വന്നതിന്റെ 10 ഇരട്ടിയുണ്ട് സിനിമ. ഉണ്ടാക്കിയത് 3 തവണ കാണും. വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നവര് 3 തവണ ഈ സിനിമ കണ്ടിരിക്കും. ഒരു രക്ഷയില്ല. കാലത്ത് അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല അഭിനയമായിരുന്നു ബിന്ദു പണിക്കർ കാഴ്ചവെച്ചിട്ടുള്ളത്. സൂപ്പർ മാസ് മമ്മൂട്ടി എല്ലാവരും സിനിമ എന്ന് പറഞ്ഞാൽ മെഗായുടെ അഴിഞ്ഞാട്ടമാണിത്. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം മാസ്. സൂപ്പർ അടി എന്ന് പറഞ്ഞാൽ അടിയുടെ പൊരിപടം. ഇന്റർവെലിന് ശേഷം പിന്നെ അടിയുടെ അഭിഷേകം തന്നെ പടം. സെറ്റ് പടം. പ്രേക്ഷകർക്ക് തിയേറ്ററിൽ കയറി അടിച്ച് പൊളിക്കാൻ പറ്റിയ സാധനമുണ്ട്. മമ്മൂക്കയുടെ പക്ക മാസ് സാധനം. ഉറപ്പായിട്ട് ടിക്കറ്റ് എടുക്കും. സ്കൂളൊക്കെ തുറക്കുമ്പോൾ പിള്ളേർ ഫാമിലി ആയിട്ട് വന്ന് കുട്ടികളെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സാധനം ആ ചിത്രത്തിലുണ്ട്. ടർബോ പൊളി. മാസ് പടം. ടർബോ ജോസിന്റെ വിളയാട്ടം. നമുക്ക് തോന്നുന്നത് ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതൊരു പുതിയ തുടക്കമാണ് മമ്മൂക്ക. ഭയങ്കര പെർഫോമൻസ് ആണ് മമ്മൂക്ക. ഭയങ്കര പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇതുവരെ കാണാത്ത ഒരു പെർഫോമൻസ് ആണ് മമ്മൂക്ക. കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ രൂപത്തിലാണ് മമ്മൂക്ക പെർഫോം ചെയ്തിരിക്കുന്നത്. 2.5 മണിക്കൂർ മമ്മൂക്ക തകർത്തിട്ടുണ്ട്. 1 മാൻ ഷോ ആണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ വില്ലനും തകർത്ത് വാരിയിട്ടുണ്ട്. ഈ സിനിമയുടെ വില്ലനും. ചേട്ടാ, പടം ഒരു അടിപ്പടമാണ്. ധൈര്യമായിട്ട് കാണാം. കയറി കാണാവുന്ന പടം തന്നെയാണ്.